Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാവരും പറയും Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. വിദ്യാർത്ഥികളിൽ പഠന മികവ് പുലർത്താൻ സഹായഹസ്തവുമായി മണപ്പുറം ഗ്രൂപ്പിന്റെ മേബൻ നിധി ലിമിറ്റഡ് അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അങ്കമാലി മേഖലയിലെ ചുമട്ടുതൊഴിലാളികളുടെയും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും മറ്റു നിർധന കുടുംബങ്ങളിലെയും കുട്ടികളിലേക്കാണ് മണപ്പുറം മേബൻ നിധി ലിമിറ്റഡിന്റെ സഹായഹസ്തമെത്തിയത്. അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി അവരിൽ സഹായമെത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രസിഡന്റ് ജോണി കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷൻ മുന്നിട്ടിറങ്ങി. അങ്കമാലി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. മണപ്പുറം ഫിനാൻസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മയിൽ വരുക മോഹൻലാലിനെയാണ്. മോഹൻലാൽ എന്താ പറയുന്നത്? വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തെണ്ടി നടക്കൂ, അല്ലേ? മോഹൻലാലിന്റെ ആ പരസ്യം നമ്മുടെയൊക്കെ ഓർമ്മയിൽ എപ്പോഴും വരുന്ന കാര്യമാണ്. നമ്മളിൽ പലരും സ്വർണം കഷ്ടപ്പെട്ട് വാങ്ങി, ഇല്ലാത്ത പൈസ കൊടുത്ത് സ്വർണം വാങ്ങി സൂക്ഷിച്ചു വെച്ചിട്ട് ആവശ്യം വരുമ്പോൾ അത് മറന്ന് വേറെ പൈസ അന്വേഷിച്ച് നടക്കുന്നു, അല്ലേ? കടം മേടിക്കാൻ അല്ലെങ്കിൽ ബ്ലേഡുകാരെ അന്വേഷിച്ച് നടക്കുന്നു. അതിന്റെ ആവശ്യമില്ല, മണപ്പുറം ഫിനാൻസിൽ ചെന്നാൽ മതി എന്നാണ് ആ പരസ്യത്തിന്റെ അർത്ഥം. അപ്പൊ എന്ത് തന്നെ ആയാലും നമ്മളെല്ലാവരും ഈ സ്വർണം വാങ്ങുന്നതും സ്വർണം പണയം വയ്ക്കുന്നതും ഒക്കെ പരിചയമുള്ളവരാണ്. അല്ലാതെ ലോൺ എടുക്കുന്നതും പലരും ബ്ലേഡുകാരിൽ നിന്ന് പലിശയ്ക്ക്, അന്യായ പലിശയ്ക്ക് പൈസ എടുക്കുന്നതൊക്കെ പരിചിതരായിട്ടുള്ളവരാണ്. അതൊക്കെ ശരിക്കും നല്ല നടപടിയല്ല. നമുക്ക് ന്യായമായ പലിശയ്ക്ക് കടമെടുക്കേണ്ടി വരുമ്പോൾ ന്യായമായ പലിശയ്ക്ക് എവിടെന്നെങ്കിലും കിട്ടുമെങ്കിൽ, പലിശ ഇല്ലാതെ കിട്ടിയാൽ ഏറ്റവും നല്ലത്. ന്യായമായ പലിശയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്നാണ് അവരുടെ പരസ്യം. എന്തായാലും കേരളത്തിലെ ജനങ്ങളെ, കേരളത്തിന് പുറത്തും വിദേശത്തും ഒക്കെ മണപ്പുറം ഫിനാൻസ് ഉണ്ട്. അവര് ഇങ്ങനെ സാമ്പത്തിക ആവശ്യങ്ങളിൽ സഹായിച്ച് അതിൻ്റെ ഒരു ലാഭം എടുത്തിട്ടുള്ള സ്ഥാപനമാണ് മണപ്പുറം ഫിനാൻസ്. അവരുടെ സ്ഥാപനമാണ് മണപ്പുറം ഫൗണ്ടേഷൻ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആ ബിസിനസ്സിലൂടെ അങ്ങനെ ന്യായമായി അവർ നിയമവിധേയമായി അവർക്ക് കിട്ടുന്ന പൈസ, ലാഭം അവർ ജനങ്ങളുമായി ഷെയർ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ് മണപ്പുറം ഫൗണ്ടേഷന്റെ ഒരു പ്രത്യേകത. ഇവിടെ മണപ്പുറം ഫിനാൻസിന്റെ ഫൗണ്ടേഷന്റെ ഭാരവാഹികൾ പ്രസംഗിച്ചപ്പോൾ അവർ വർഷങ്ങളായി നടപ്പിലാക്കുന്ന 1914 കാലഘട്ടം മുതൽ നടപ്പിലാക്കുന്ന ഒരുപാട് ഇങ്ങനെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. നമുക്ക് ധാരാളം കച്ചവടക്കാരെയും അല്ലെങ്കിൽ പല വ്യവസായ സ്ഥാപനങ്ങളെയും പരിചയമുള്ളവരാണ്. അവരിൽ പലരും ഒരുപാട് പൈസ ജനങ്ങളിൽ നിന്ന് ലാഭമായി എടുക്കുന്നുണ്ടെങ്കിലും ഒരു ചെറിയ സഹായം പോലും ചെയ്യാൻ മനസ്സില്ലാത്ത ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മണപ്പുറം ഫിനാൻസ് അവരുടെ ബിസിനസ്സിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ലാഭത്തിൽ, ഇവിടെ സൂചിപ്പിക്കേണ്ട CSR ഫണ്ട്, അറ്റ ലാഭത്തിലെ 2%, അത് തന്നെ ഏതാണ്ട് 50 കോടി രൂപയോളം വരും എന്നാണ് ഇവിടെ പറഞ്ഞത്. ആ പൈസ ഓരോ വർഷവും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, നിങ്ങളുടെ സഹജീവികളുടെ, സഹവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. അതിൻ്റെ ഗുണഭോക്താക്കളിൽ അങ്കമാലി നഗരസഭാ പ്രദേശത്തുള്ളവരും പുറത്തുള്ളവരും ധാരാളം പേര് ഉണ്ട്. അതുകൊണ്ട് അത്രയും നല്ലൊരു കാര്യം ചെയ്യുന്ന മണപ്പുറം ഫിനാൻസിനെ അങ്കമാലി നഗരസഭയുടെ പേരിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. മേബൻ നിധി ലിമിറ്റഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബെസ്റ്റോ ജോസഫ് അധ്യക്ഷനായിരുന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ് മുഖ്യ പ്രഭാഷണം നടത്തി. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണെന്നറിയാമോ? ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ കുട്ടികളാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യോഗ സംഘടിപ്പിച്ചിരുന്നത്, അല്ലെ? കുട്ടികൾക്ക് ബാഗും കൊടയും പുസ്തകങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ കുട്ടികളെ ഈ തവണ ഓണം നന്നായിട്ട് ആഘോഷിച്ചോ?
ഒന്ന് ഉറക്കെ പറഞ്ഞ ഓണാഘോഷിച്ചോ? ആ, ഓണാഘോഷിച്ചു. അപ്പൊ ഞങ്ങൾ ഇനി അധികം പ്രസംഗം പറഞ്ഞ് നീട്ടുന്നില്ല, പ്രസംഗം പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഈ മേബൻ നിധി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അങ്കമാലിയിൽ ഒരു ഓഫീസ് കൊടുക്കുകയും ഈ മേബൻ നിധി ലിമിറ്റഡ് ഇത്രയും നന്നായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് അങ്കമാലിയിൽ വന്നപ്പോ എനിക്ക് ഇങ്ങനെ ഇവരുടെ ഒരാളെ കണ്ടുപിട്ടായ അവസരം കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ അങ്കമാലി ഭാഗത്തേക്ക് ഈ സഹായം എത്തിക്കണം, അതിന് അങ്കമാലി ഭാഗത്തുള്ള ആളുകൾക്ക് ഇത് കിട്ടണം എന്ന് പറയുകയും ഞാൻ ആദ്യം ബന്ധപ്പെട്ടത് ജയപ്രകാശ് സാറിനാണ്. ജയപ്രകാശ് സാറിന്റെ എന്റെ അടുത്തൊരു സുഹൃത്തിന്റെ സുഹൃത്താണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങനെ ചെയ്തു തരാം, അങ്കമാലിയിൽ എല്ലാ സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ പിന്നെ ഞാൻ ബെസ്റ്റോ സാറിനെ വിളിച്ചു. ബെസ്റ്റോ സാറും ഇതുപോലെ തന്നെ നല്ലൊരു സപ്പോർട്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോക്കറ്റുകാരനാണ്, നാട്ടുകാരനാണ്, ഞാൻ എല്ലാവരും സപ്പോർട്ടും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എനിക്കിവിടെ പ്രക്ഷോഭ് എന്റെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ബന്ധപ്പെട്ടു. അതുപോലെ നിങ്ങളുടെ ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ മിനിത ബന്ധപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെയൊക്കെ നമ്മളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രയത്നം കൊണ്ടാണ് ഇന്ന് ഇവിടെ ഒരു യോഗം ഇങ്ങനെ നടത്താൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫും കുറെ പേര് നിങ്ങളുടെ പേര് കളക്ട് ചെയ്യാനും നിങ്ങളുടെ ഈ ആധാർ കാർഡും ഈ റേഷൻ കാർഡിന്റെ കോപ്പിയൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് കുറെ ബുദ്ധിമുട്ടി. അങ്ങനെ നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇവിടെ CSR വാക്ക് നിങ്ങൾ കേട്ടില്ലേ? CSR ഒരുപാട് പ്രാവശ്യം പറയുന്നത് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് ഇവരൊക്കെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാണ്, കോടികൾ ലാഭം ഉണ്ടാക്കണോ അതിന്റെ വിഹിതം സാധാരണക്കാരിലേക്ക് കൊടുക്കുന്നു. അപ്പൊ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന പോലെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്, കുട്ടികൾക്കും ഉണ്ട്. കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി എന്താ? പഠിക്കണം, പഠിച്ച് നല്ല നിലയിലേക്ക് എത്തണം. അതിനുള്ള പ്രോത്സാഹനം തരാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കില്ലേ? ആ, വീട്ടിൽ ചെന്നാലും പഠിക്കാൻ പറയും, സ്കൂളിൽ ചെന്നാലും പഠിക്കാൻ പറയും, ഈ ചേട്ടനും പഠിക്കാൻ പറയാണ്. എന്തായാലും നന്നായിട്ട് പഠിക്കാന്നുള്ളത് നമ്മുടെ അവകാശമാണ്. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവിധ സഹായങ്ങളും എവിടെ നിന്നും കിട്ടും. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഇനി എനിക്ക് പറയാനും മേബൻ നിധി ലിമിറ്റഡ് ഈ സ്ഥാപനം അങ്കമാലിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്നു. ഞങ്ങള് വ്യാപാരികൾ എന്ന നിലയിൽ എല്ലാവിധ സപ്പോർട്ടും മേബൻ നിധി ലിമിറ്റഡിന് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ മേബൻ നിധി ലിമിറ്റഡ് പോലെയൊക്കെ നന്നായിട്ട് നിയമപരമായിട്ട് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് നടത്തുന്ന സ്ഥാപനമാണ്. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം, അവരുമായിട്ട് സഹകരിക്കാം, മുന്നോട്ട് പോവാം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി NV പോളച്ചൻ, മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിജു പൂപ്പത്ത്, ട്രഷറർ ഡെന്നി പോൾ, CITU ലോക്കൽ സെക്രട്ടറി സജി വർഗീസ്, മണപ്പുറം ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർജ് D. ദാസ്, മേബൻ നിധി ലിമിറ്റഡ് ജനറൽ മാനേജർ P. ജയപ്രകാശൻ, ബിസിനസ് ഹെഡ് MA അനൂപ്, ഡിപ്പോസിറ്റ് ഹെഡ് PP വിപിൻ, സെയിൽസ് ഹെഡ് KR രോഹിത് എന്നിവർ പ്രസംഗിച്ചു. അങ്കമാലി മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന 300ഓളം കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഒരു ദിവസം ഞാനും റിസർവ് ബാങ്ക് ഗവർണറാകും, നോട്ടിൽ സൈൻ ചെയ്യും. PDTP മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്. നല്ല ശീലങ്ങൾ വളരട്ടെ, ഈ നാട് ഉണരട്ടെ. MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.